എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ സൈൻ വേവ് ഇൻവെർട്ടറിൽ ഒരു കൂളിംഗ് ഫാൻ ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ സിസ്റ്റം ചൂടാകുമ്പോൾ, അതായത് മോസ്ഫെറ്റ് ഒക്കെ ചൂടാകുമ്പോൾ ചാർജിങ് സമയത്തും അതല്ലെങ്കിൽ ബാക്കപ്പ് മോഡിലും മോസ്ഫെറ്റ് ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ചൂടാകുന്ന അവസരത്തിൽ മോസ്ഫെറ്റിനെ തണുപ്പിക്കുവാൻ വേണ്ടിയാണ് കൂളിംഗ് ഫാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോഴാണ് ഫാൻ സാധാരണ വർക്ക് ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നത്. കൂളിംഗ് ഫാൻ നിയന്ത്രിക്കുന്നത് സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ പ്രധാന ഭാഗമായ മൈക്രോ കൺട്രോളർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ സൈൻ വേവ് ഇൻവെർട്ടർ തന്നെ അതിനെ നിയന്ത്രിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതില്ലാത്ത പല ഉപകരണങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സൈൻ വേവ് ഇൻവെർട്ടറിൽ തന്നെ ട്രാൻസ്ഫോമറുണ്ട്. ട്രാൻസ്ഫോമറും ഏകദേശം നല്ല ഹീറ്റ് വരുന്നു. 24-ൻ്റെ ഇൻവെർട്ടർ ആണെങ്കിൽ 2 സ്റ്റേജ് ആയിട്ടായിരിക്കും ഫിറ്റ് ചെയ്യുന്നത്. അതായത് ബോർഡ് ഒരു സ്റ്റെപ്പിലും ട്രാൻസ്ഫോമർ വേറെ സ്റ്റെപ്പിലും. അപ്പോൾ ബോർഡ് മുകളിലത്തെ തട്ടിലാണെങ്കിൽ താഴത്തെ ബേസിലായിരിക്കും ട്രാൻസ്ഫോമർ വെക്കുന്നത്. മോസ്ഫെറ്റ് ചൂടാകുമ്പോഴാണ് കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ചൂടാകുമ്പോൾ ഇല്ലെങ്കിൽ നല്ലൊരു ഹീറ്റ് വരുന്ന കഴിഞ്ഞതിന് ശേഷമായിരിക്കാം മോസ്ഫെറ്റ് ഒരുവിധം ഹീറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന രീതി നമുക്കിവിടെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ സെൻസിങ് സർക്യൂട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഒരു 40 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലോട്ട് എത്തുമ്പോൾ തന്നെ ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ട്രാൻസ്ഫോമർ എപ്പോഴും കൂളായിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ടെക്നോളജി നമ്മൾ മാനുവലായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ചെലവിലാണ് അത് ചെയ്യുന്നത്. ഒരു മോസ്ഫെറ്റും അതേപോലെ തന്നെ ഒരു റെസിസ്റ്റർ, ഹീറ്റ് സെൻസിങ് ആയിട്ടുള്ള NTC സെൻസർ, 3 ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ കൂളിംഗ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുക. അതായത് ചൂട് ഇത്ര ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ വർക്ക് ചെയ്യണം, ആ ടെമ്പറേച്ചർ താഴുമ്പോൾ ഓഫ് ആകണം. അപ്പോൾ സാധാരണ നമുക്ക് ഉപയോഗിക്കാവുന്നത് സ്ക്വയർ വേവ് ഇൻവെർട്ടറിലൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം സ്ക്വയർ വേവ് ഇൻവെർട്ടറിലൊന്നും ഫാൻ നിയന്ത്രിക്കാനുള്ള ടെക്നോളജി ഇല്ല. മോസ്ഫെറ്റ് ഒരുപാട് ഹീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസ്റ്റം ഓവർലോഡ് കാണിച്ച് ട്രിപ്പ് ആവുന്നു. അതിന് പകരം നമുക്ക് ഈ ഹീറ്റ് സെൻസിങ് വെച്ചിട്ട് മോസ്ഫെറ്റ് ചൂടാകുന്ന അവസരത്തിൽ തന്നെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മോസ്ഫെറ്റ് നിശ്ചിത ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് പല പല യൂണിറ്റുകളിലായിട്ട് ഉപയോഗിക്കുക. ഇതേപോലെ മോസ്ഫെറ്റ് വെച്ചിട്ട് ചൂടാവുന്ന പല സംവിധാനങ്ങളും ഉണ്ടാകും, പല സർക്യൂട്ടുകളൊക്കെ ഉണ്ടാകും. ആ ഒരു സർക്യൂട്ടിൽ ഈ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ചെറിയൊരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ നിസ്സാര ചിലവേ ഉള്ളൂ. ഏകദേശം ഒരു 30 രൂപയൊക്കെ ആകുള്ളൂ. എന്നിരുന്നാലും നമുക്ക് വാങ്ങേണ്ട സാധനം 10K ഹീറ്റ് സെൻസറാണ്. ബാക്കിയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ ഉണ്ടാകും, ഇല്ലെങ്കിൽ അതിന് നിസ്സാര വില വരുന്നുള്ളൂ. കാരണം ഒരു 2K2 റെസിസ്റ്ററാണ് 1/2 വാട്ടിൻ്റെ. അതും ഒരു 50 പൈസ 60 പൈസ റേഞ്ചിൽ കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് ഒരു മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റ് നിങ്ങളുടെ വീടുകളിലുള്ള പഴയ UPS ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ പഴയ ഇൻവെർട്ടറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ P55 ആണ്. അതല്ലെങ്കിൽ Z44N ആണ്. അതായത് N ചാനൽ മോസ്ഫെറ്റുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്വിച്ചിങ്ങിനായിട്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏത് പർപ്പസിനായാലും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു മോസ്ഫെറ്റ്, ഒരു റെസിസ്റ്റർ, 10K NTC സെൻസർ. അപ്പോൾ ഇതൊരു ഫിക്സഡ് ടെമ്പറേച്ചറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40-ന് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് ഇടയ്ക്കുള്ള റേഞ്ചിൽ ഫാൻ സ്റ്റാർട്ട് ആവും. 40-ന് താഴത്തോട്ട് പോയാൽ ഫാൻ ഓഫ് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം. ഈ റെസിസ്റ്ററിന് പകരം നമ്മളവിടെ ഒരു 4K7 വേരിയബിൾ റെസിസ്റ്റർ ഇടാം. അപ്പോൾ ആ വേരിയബിൾ റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റർ വാല്യൂ നമുക്ക് 2K2 എന്നുള്ളത് താഴത്തോട്ട് കുറക്കാം. അപ്പോൾ അത് ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ട് വേണ്ട ഒരു അളവാണെങ്കിൽ ആ ഒരു റെസിസ്റ്റർ ഇട്ടാൽ മതി. പ്രീസെറ്റൊക്കെ വെച്ച് അവിടെ നമുക്ക് വലിയൊരു സ്പേസ് കളയേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഈ ഒരു സർക്യൂട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു PCBയോ ഒരു സർക്യൂട്ട് ബോർഡിൻ്റെ തന്നെ ആവശ്യമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കൂളിംഗ് ഫാൻ എവിടെയാണ് വെക്കുന്നത്, ആ കൂളിംഗ് ഫാനിൽ തന്നെ ഈ സ്വിച്ചിങ് മോസ്ഫെറ്റ് അതിൽ ഫിറ്റ് ചെയ്യുക. കാരണം അതിൻ്റെ പിന്നാമ്പുറത്ത് ഹോൾ ഉണ്ടാവും. മോസ്ഫെറ്റ് അതിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ മോസ്ഫെറ്റിൽ ഒരു റെസിസ്റ്റർ ഇടുക. 10K NTC സെൻസർ ഇതിൽ നിന്നും വയർ കണക്ഷൻ എടുത്തിട്ട് ഏത് പോർട്ടിലാണ് വെക്കേണ്ടത് ആ ഒരു പോർട്ടിൽ വെക്കുക. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഈ മോസ്ഫെറ്റ് കൂളിംഗ് ഫാനിൻ്റെ പുറകിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും വെക്കാം.
ഒരു ചെറിയൊരു തടി കഷ്ണത്തിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചാലും മതി, അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് വെച്ചാലും മതി. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന ഒരു സിസ്റ്റമാണ് കൂളിംഗ് ഫാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് 3 ഐറ്റം കൊണ്ടാണ്. 3 ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു മോസ്ഫെറ്റ്, ഒരു റെസിസ്റ്റർ, ഒരു ഹീറ്റ് സെൻസർ. അപ്പോൾ ആ ഹീറ്റ് സെൻസർ സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന 10K ഹീറ്റ് സെൻസർ ആണ്. മോസ്ഫെറ്റ് ആണെങ്കിൽ സൈൻ വേവിലോ UPSലോ ഒക്കെ ഉപയോഗിക്കുന്ന P55 N ചാനൽ മോസ്ഫെറ്റ് ആണ്. പിന്നെ വരുന്നത് ഒരു ഹാഫ് വാട്ടിന്റെ 2K2 റെസിസ്റ്റർ ആണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് P55 N ചാനൽ മോസ്ഫെറ്റ്. ഇത് പഴയ UPSലോ ഇല്ലെങ്കിൽ കേടായി കിടക്കുന്ന ഇൻവെർട്ടറിലോ ഒക്കെ ഉണ്ടാകും. ഇതിന് പകരം Z44 എന്ന മോസ്ഫെറ്റ് ആയാലും മതി. അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതെടുത്താലും മതി. സാധാരണ കമ്പ്യൂട്ടറിന് വെക്കുന്ന UPSലൊക്കെ ഇങ്ങനത്തെ മോസ്ഫെറ്റ് ഉണ്ടാകും, ഇല്ലെങ്കിൽ ഈ റേഞ്ചിലുള്ള മോസ്ഫെറ്റ് ഉണ്ടാകും. അപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോസ്ഫെറ്റ് ആയതുകൊണ്ട് നമുക്ക് പഴയ മോസ്ഫെറ്റ് മതി ഇത് വർക്ക് ചെയ്യാൻ. ഇതിന് കാശൊന്നും കളയേണ്ട കാര്യമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ 12 വോൾട്ടിൽ വെക്കുന്ന മോസ്ഫെറ്റ് N ചാനൽ മോസ്ഫെറ്റ് വാങ്ങിയാൽ മതിയാവും. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് 2K2 റെസിസ്റ്റർ ആണ്. അത് ഹാഫ് വാട്ട് മതിയാവും. ഇതിപ്പോൾ 2 വാട്ടാണ്, ഞാനിത് കാണിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അടുത്തത് 10K NTC സെൻസർ ആണ്. അതായത് ടെമ്പറേച്ചർ അളക്കുവാനുള്ള സെൻസറാണ്. ഇത് സാധാരണ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇനി ഈ 2K2 റെസിസ്റ്ററിന് പകരം പ്രീസെറ്റുകൾ വെക്കാം. അതായത് വേരിയബിൾ റെസിസ്റ്റർ ആണ്. 4K7 വേരിയബിൾ റെസിസ്റ്റർ. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കുറക്കാം. ഇനി ഒരു ഡെമോ കാണിക്കുവാൻ വേണ്ടി ഇവിടെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മോസ്ഫെറ്റ്, അതിലൊരു 2K2 റെസിസ്റ്റർ ഇട്ടിട്ട് ഇവിടെ ഒരു ചെറിയ ഹീറ്റ് സിങ്ക് വെച്ചിരിക്കുന്നു. കാരണം നമ്മൾ ഇതൊരു ഹീറ്റ് സിങ്കിലായിരിക്കുമല്ലോ കണക്ട് ചെയ്യുന്നത്. സാധാരണ ഹീറ്റ് സിങ്കിൽ വെക്കുമ്പോൾ ഒരു മോസ്ഫെറ്റ് ഉണ്ടാകും. അപ്പോൾ മോസ്ഫെറ്റിലെ സ്ക്രൂയിൽ ഇത് കണക്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ മോസ്ഫെറ്റ് ചൂടാകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഫാൻ വർക്ക് ചെയ്ത് മോസ്ഫെറ്റ് കൂളാക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഡെമോ കാണിക്കുന്നതിന് വേണ്ടി ഇൻവെർട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടറിന്റെ ഒരു ഡിസ്പ്ലേ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഡിസ്പ്ലേ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ സിസ്റ്റവും ഇൻവെർട്ടറും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടിന്റെ ഹീറ്റ് സെൻസർ ആണ് മുട്ടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇതിൽ വരുന്ന ടെമ്പറേച്ചർ തന്നെ ഇതിൽ കിട്ടണം. അതിന് വേണ്ടിയാണ് രണ്ടും അടുപ്പിച്ച് വെച്ചത്. നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒറ്റ സെൻസർ മതിയാവും. നമുക്കിനി ആർട്ടിഫിഷ്യലായിട്ട് ഇതൊന്ന് ചൂടാക്കി നോക്കാം. ഞാനിവിടെ സോൾഡറിങ് ആണ് വെക്കുന്നത്. ഫാൻ പതിയെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാൻ ഇപ്പോൾ റൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 46 സെന്റിഗ്രേഡ് വന്നിട്ടുണ്ട്. 40 മുകളിൽ വരുമ്പോൾ ഈ ഫാൻ തിരിയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു വാല്യൂ കണക്കാക്കിയത് 2K2 40 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുമ്പോൾ, അതായത് ടെമ്പറേച്ചർ 40 തൊട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഈ ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ 40 മുകളിലോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ കുറയ്ക്കുകയോ ഇല്ലെങ്കിൽ പ്രീസെറ്റ് വെച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയോ ചെയ്യാം. ടെമ്പറേച്ചർ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഫാൻ കൂടെ തിരിയും, മോസ്ഫെറ്റ് കൂളാക്കിക്കൊണ്ടിരിക്കും. ഏകദേശം 40 മുകളിൽ വെച്ചാൽ മതിയാവും. അതിൽ കൂടുതൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ എപ്പോഴും കണ്ടിന്യൂസ് ഇങ്ങനെ തിരിയണ പോലെയാവും. ഇപ്പോൾ ഫാൻ തിരിഞ്ഞ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇവിടെ ടെമ്പറേച്ചർ 33 കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ സോൾഡറിങ് അയൺ ടച്ച് ചെയ്യുമ്പോൾ ആ സമയത്ത് വരുന്ന ടെമ്പറേച്ചർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഫാൻ തിരിഞ്ഞു 46. അപ്പോൾ അപ്രോക്സിമേറ്റ് 45-നും 40-നും മേളിൽ ഏകദേശം 45 കൂട്ടാം. 45-ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഫാൻ തിരിയുന്നതാണ്. നമ്മളിത് സാധാരണഗതിയിൽ മോസ്ഫെറ്റൊക്കെ നന്നായിട്ട് ചൂടായി ഇത് വർക്ക് ചെയ്ത് പെട്ടെന്ന് കൂളാകും. അപ്പോൾ ഇത് നമ്മൾ കുറച്ചധികം നേരം ചൂട് വരുമ്പോൾ ഫാൻ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് കൂളാകുന്നത് വരെ ഫാൻ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ടെമ്പറേച്ചർ 53. അപ്പോൾ നമ്മൾ അത്രയും ടെമ്പറേച്ചർ വരുത്താണ്ട് നോക്കാം. മോസ്ഫെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്ഫെറ്റ് വേഗം കൂളായി കിട്ടുന്നതാണ്. 40-ന് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും ഫാൻ നിൽക്കുന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നതിനുള്ള പുതിയ സിസ്റ്റം. നമുക്കിനി ഈ കൂളിംഗ് ഫാനിൻ്റെ സർക്യൂട്ട് ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ സാധാരണ ഒരു കൂളിംഗ് ഫാൻ നമ്മൾ എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് ആ കൂളിംഗ് ഫാനിൽ തന്നെ ഈ സർക്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനു വേണ്ടി ഒരു PCBയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ കൂളിംഗ് ഫാൻ ബോഡിയിൽ ഫിറ്റ് ചെയ്തോ ഇല്ലെങ്കിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടോ നമുക്ക് ഇതിൻ്റെ മോസ്ഫെറ്റും ആ റെസിസ്റ്ററും കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മോസ്ഫെറ്റ് എടുത്തിട്ട് ഈ ഫാനിൻ്റെ ഈ വശത്തെ ഹോളിൽ ഫിറ്റ് ചെയ്യുകയാണ്. ഈ മോസ്ഫെറ്റിൻ്റെ ലെഗുകളൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ലെഗ് ഗേറ്റ്, രണ്ടാമത്തത് ഡ്രെയിൻ,
മൂന്നാമത്തത് സോഴ്സ്. ഇനിയിപ്പോൾ ഇതിൽ ഗേറ്റിലും സോഴ്സിലുമായിട്ട് 2K2 റെസിസ്റ്റർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2K2 റെസിസ്റ്റർ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യുകയാണ്. ഗേറ്റിൽ സോൾഡർ ചെയ്തു, കൂടാതെ അടുത്തത് സോഴ്സിലും സോൾഡർ ചെയ്തു. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഒരു നെഗറ്റീവ് വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെഗറ്റീവ് വയർ മോസ്ഫെറ്റിന്റെ സോഴ്സിലാണ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തത് ഈ ഫാനിൽ നിന്നും വരുന്ന നെഗറ്റീവ് വയർ മോസ്ഫെറ്റിന്റെ ഡ്രെയിനിൽ കൊടുക്കുക. ഇനി അവശേഷിക്കുന്നത് ഫാനിന്റെ പോസിറ്റീവ് വയറാണ്. അപ്പോൾ ഫാനിന്റെ പോസിറ്റീവ് വയറിൽ 10K NTC സെൻസറിന്റെ ഒരു വയർ കണക്ട് ചെയ്യാം. NTC സെൻസറും ഇവിടെ ഒന്ന് ഉറപ്പിച്ചു വെക്കുകയാണ്. അപ്പോൾ NTC സെൻസറിന്റെ ഒരു വയർ ഫാനിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്യാം. സെൻസറിന്റെ അടുത്ത വയർ മോസ്ഫെറ്റിന്റെ ഗേറ്റിൽ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനായിട്ട് ഒരു ചുവന്ന വയർ എടുത്തിട്ടുണ്ട്. അത് ഈ പോസിറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സർക്യൂട്ടിൽ സ്വിച്ച് ചെയ്യുന്നത് നെഗറ്റീവാണ്. അതിപ്പോൾ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഫാനിന്റെ ഒരു വയർ, അതായത് നെഗറ്റീവ് വയർ എടുത്തിട്ട് മോസ്ഫെറ്റിന്റെ സെന്ററിലാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഡ്രെയിനിൽ. ഫാനിന്റെ അടുത്ത പോസിറ്റീവ് വയർ ഈ NTC സെൻസറിൽ നിന്നും വരുന്ന ഒരു വയറായിട്ട് ബന്ധിപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരു റെഡ് വയർ എടുത്തിട്ട് നേരെ ബാറ്ററിയുടെ ഇല്ലെങ്കിൽ സർക്യൂട്ടിലെ 12 വോൾട്ടിലോട്ട് കൊടുക്കുകയാണ്. പിന്നെ അടുത്ത നെഗറ്റീവ് വയറായ ഗ്രൗണ്ട് മോസ്ഫെറ്റിന്റെ സോഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോസ്ഫെറ്റിന്റെ സോഴ്സിൽ നിന്നും ഗേറ്റിലോട്ട് 2K2 റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 12 വോൾട്ട് സപ്ലൈ ഒന്ന് കൊടുക്കാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നിസ്സാര ചെലവിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.